ഇരിക്കി. പക്ഷെ ചുരിദാറൊന്നും ഞാൻ ഇടില്ല കേട്ടോ. അതിന് മറ്റേ ഡ്രസ്സൊക്കെ ഉണ്ട്. തങ്കച്ചേച്ചി എന്താ വാങ്ങിച്ചാ? ഞാൻ 2 ചുരിദാർ. എങ്ങനെയുണ്ട് ഡ്രസ്? ഉണ്ടാ എനിക്കിത് കാണിച്ചു തരണം കേട്ടോ. കൊറേ നേരമായി വന്നിട്ട് ഞാൻ നിന്റെ കാര്യം അങ്ങ് വിട്ടുപോയി. അപ്പൊ അതിന് ധൃതി പോവാനായിട്ട് ഞാൻ പറഞ്ഞു ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് പോയാ പോരെ. അപ്പൊ നേരത്തെ വിളിച്ചാ മതിയായിരുന്നല്ലേ? ഞാൻ ഓർത്തില്ല കൊച്ചേ. ഞാൻ ഇത് കണ്ടു. ഇയാളുടെ സൈസിലുള്ള ഡ്രസ്സ് ഞാൻ കൊണ്ടുവന്നിട്ടില്ല. പക്ഷെ എങ്ങനെയുണ്ട് നോക്കാലോ. അപ്പൊ എനിക്ക് കാണിച്ചിട്ടില്ലേ ചേച്ചി? എനിക്ക് ഓൾട്ടർ ചെയ്ത് തരില്ല. അപ്പൊ മെഷർമെന്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ ആ ടൈപ്പ് കൊണ്ടുവന്നിട്ടില്ല. ടേപ്പ് വീട്ടിലിരിപ്പുണ്ടല്ലോ. അല്ല എന്തായാലും ഞാൻ ഓണത്തിന് വരുന്നതല്ലേ ചേച്ചി. അപ്പൊ അത് സാരില്ലാന്ന് കാണിച്ചു കൊടുക്കട്ടെ. നോക്കട്ടെ എങ്ങനെയുണ്ട് നോക്കാം. അമ്പിളി ചേട്ടൻ വന്നല്ലോ. എന്റെ ഹസ്ബൻഡാ, മെമ്പറാ പഞ്ചായത്ത്. ആണല്ലേ? ഇതെന്തെന്ന് നേരത്തെ മണി വന്നിട്ടായി. വർത്താനം പറഞ്ഞ സമയം അമ്പിളി ചേട്ടാ, ഇത് തങ്കച്ചേച്ചി. ഇത് അയ്യോ ഞാൻ ആ പേര് എപ്പോഴും അങ്ങ് മറന്നു. കോസ്റ്റ്യൂം ഡിസൈനറാ. ഈ സിനിമയിലൊക്കെ കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്ത് കൊടുക്കും. അതെ അതെ. ചേച്ചി എന്നാ ഞാൻ പോയിക്കോട്ടെ. തിരക്കുണ്ട് ചേച്ചി. ഞാൻ നോക്കിയില്ല സംഭവം എന്തോ? ഇതെന്താന്ന് വെച്ചാല് കഷിയേ നിസ്സാരക്കാരിയല്ല. നമ്മുടെ മഞ്ജു വാര്യരുണ്ടല്ലോ, മഞ്ജു വാര്യരുടെ ഉടുപ്പൊക്കെ തയ്ച്ചു കൊടുക്കുന്ന ആളാ ഇത്. മഞ്ജു വാര്യരുടെ ഒക്കെ തയ്ച്ചിട്ടുണ്ടോ? മഞ്ജു വാര്യർ ഇടുന്നൊക്കെ ഗംഗ തയ്ച്ചതാണെന്ന് ഞാൻ ഡിസൈൻ ചെയ്തതാ. പിന്നെ മഞ്ജു വാര്യർ അല്ലാതെ കൊറേ സിനിമാ നടിമാരുടെ ചെയ്യുന്നുണ്ട്. അപ്പൊ സ്വന്തമായിട്ട് ബോട്ടിക്ക് ഉണ്ടോ? ബോട്ടിക്ക് ഉണ്ട് അല്ലേ? ബോട്ടിക്കല്ല, എന്തൊരു യൂണിറ്റിന്റെ കാര്യമല്ലേ പറഞ്ഞു. യൂണിറ്റ് ആയിട്ട് തന്നെ ഉണ്ട് നമുക്ക്. സ്വന്തമായിട്ട് ഡിസൈൻസ് ഒക്കെ ചെയ്ത് കൊടുക്കും. ഭയങ്കര ഫാക്ടറി ആണോ? യൂണിറ്റ് എത്രയോ പൈസ വരുമാനമുണ്ട്. 75,000 മാസം മന്ത്ലി. എന്തെങ്കിലും സഹായം വേണമെങ്കിലും അമ്പിളിച്ചേട്ടന് ചെയ്ത് കൊടുക്കാം അല്ലേ? പിന്നെ ചേച്ചി ഞാൻ പോയിക്കോട്ടെ ചേച്ചി. അത് പോവല്ലേ. അത് കാണിച്ചു തന്നിട്ട് ഇപ്പൊ ഇത് കാണിച്ചു കൊടുക്കാം. നല്ല ഉടുപ്പ്. എനിക്ക് പറ്റിയത് എന്തെങ്കിലും ഉണ്ടോ? അയ്യോ മോളെ ഞാൻ കൊണ്ടുവന്നിട്ടില്ല. അല്ല ഉള്ളത് നോക്കാം. ഡിസൈൻ എന്താ സംഗതി എന്ന് വെച്ചാൽ അങ്ങനെ വിൽക്കാൻ വേണ്ടി കൊണ്ടു നടക്കണതല്ല കേട്ടോ. ആളുകളുടെ ഇടയിലോട്ട് ചെന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവര് ഇങ്ങനെ ഉടുപ്പൊക്കെ റെഡിയാക്കിയിട്ട് കൊണ്ടുതരുമ്പോ അവരുടെ സാധനമൊക്കെ നമ്മളെ കാണിച്ചും തരണം. നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയുക. ഡെമോൺസ്ട്രേഷൻ പോലെ. അല്ലല്ല, ഇതിപ്പോ എന്നോടുള്ള ഇഷ്ടം കാരണം തരാന്ന് പറഞ്ഞത്, അല്ലാതെ അങ്ങനെ വിൽക്കാൻ വേണ്ടി വന്നതല്ല. അപ്പൊ തങ്കം ചേച്ചിക്ക് നേരത്തെ പരിചയമുള്ള വല്ലോ ആണോ? പരിചയം കേട്ടിട്ടുണ്ടെന്ന്. അതെയോ? അതൊന്ന് കാണിച്ചു കൊടുക്ക്. ചുരിദാറിന്റെ ആവശ്യമുണ്ട്. ഞാൻ ഇയാളുടെ സൈസിലുള്ള ചുരിദാർ കൊണ്ടുവന്നിട്ടില്ല. ഞാൻ എന്തെങ്കിലും ഓണത്തിന് വരും അപ്പൊ കൊണ്ടുവരാം. കുഴപ്പമില്ല. തങ്കം ചേച്ചി ഓണത്തിനടുത്തേക്ക് വരുമല്ലോ, അപ്പൊ എന്തെങ്കിലും കൊടുക്കാലോ. പറഞ്ഞാലിപ്പോ കൊതിയായി. ഞാൻ എടുത്തരാം. നിങ്ങൾ നോക്ക്, ഞാനിപ്പോ ചേച്ചിക്ക് ഇതെന്ന പോലെ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഞാനത് ചോദിക്കാൻ പോയിരുന്നു അമ്പിളിച്ചേട്ടനോട്. ഒരു നീല നീല ഞാൻ എടുത്തരാം. ഇതെന്തൊരു പടിയാ, ഞാൻ മടക്കി വെച്ചതാന്ന്. ഇത് പക്ഷെ ചുരിദാർ അതവർക്ക് ഇഷ്ടപ്പെടൂലായിരിക്കും. ചേച്ചി ഒന്ന് പെട്ടെന്ന് നോക്കണം, എനിക്ക് തിരക്കുണ്ട് പോകാനായിട്ട്. ഞാൻ നിൽക്കുന്നേ ഒരു നീല കളർ ഞാൻ കണ്ടായിരുന്നു. ഞാൻ എടുത്തരാം. നീല കളർ ഞാൻ കൊടുത്തു. ഇത് പച്ച മാത്രമേ ഉള്ളൂ. ഇതെന്താ? അയ്യോ ഇത് പാകാവില്ല കുട്ടിക്ക്. അല്ല നോക്കട്ടെ, ഇതെന്താ നോക്കട്ടെ. ഞാൻ എടുത്തരാം ചേച്ചി. തിരക്കുണ്ടല്ലേ? പോവാൻ തിരക്കായിണ്ടാവും. എനിക്ക് തിരക്കുണ്ട്. ഇത് എങ്ങനെയാ? വണ്ടിക്കല്ലേ വന്നത്? അതെ വണ്ടിക്ക് തന്നെ വന്നു. അപ്പൊ പിന്നെ കുഴപ്പമില്ല. ഇതെങ്ങനെയുണ്ട്? നമ്മുടെ മറ്റേ ഇവിടത്തെ കല്യാണത്തിന് പോകുമ്പോ ഇട്ടാലോ? പക്ഷെ നീ ഇടൂല്ലോ. ഞാൻ രണ്ടെണ്ണം എടുത്തു. എന്താ? ഹായ് ദേ ഗംഗ. എവിടെ? ഇതാണ് കുട്ടി. അല്ല ഫേമസ് ആണോ? എനിക്ക് തിരക്കുണ്ട് കേട്ടോ, ഞാൻ പോയിട്ട്. വണ്ടിയോ? നിനക്ക് പോകേണ്ട വണ്ടി ഏത് വണ്ടിയാണ് എനിക്കറിയാം. ഏത് വണ്ടിയാണ് കയറ്റി വിടേണ്ടത്. അതിപ്പോ വരുവാണ് കേട്ടോ. ഇതേ ആരാണെന്ന് അറിയാമോ? ഈ ഇടയ്ക്ക് ആ ഡ്രൈ ക്ലീൻ സെന്ററിൽ നിന്ന് ഒരു മോഷണം നടന്നില്ലേ? അതിലെ പ്രധാന പ്രതിയാണ്. കണ്ടില്ലേ ഇപ്പൊ വീഡിയോ? ആ ആളാണിത്. ഇത്ര നേരം വീട്ടിൽ കയറിയിരിക്കായിരുന്നു. ആരെ വീട്ടില്? അവിടെ എന്റെ പൈസ ഇടറി. എന്റെ 1000 രൂപ. എന്റെ 1000 രൂപ എവിടെയെന്ന്? ഞാൻ നിങ്ങളുടെ 1000 രൂപ ഒന്നും എടുത്തില്ല. എനിക്ക് പോണം. വേഗം നോക്കിയേ. ഞാൻ ബഹളം വെക്കൂട്ടോ. നീ ബഹളം വെച്ചാൽ അതിലൊന്നുമില്ല. ഞങ്ങളുടെ
സ്പൂണ് നോക്കട്ടെ. ദൈവമേ, കിട്ടിയതല്ലേ? ആ തക്കിലി മോക്ക് കിട്ടിയതല്ലേ ഇത്? ഞാൻ കല്യൊന്നുമല്ല. പിന്നെ കിട്ടിയത് എങ്ങനെയാ? ബാഗിന്ന് ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കട്ടെ. ചേച്ചി ഇതൊക്കെ തന്നെ ഉപ്പും പാത്രമൊക്കെ എടുത്തിട്ട് കള്ളിയോടെ ഞാൻ ആദ്യമായിട്ട് കാണും. എത്ര ദരിദ്രവാസിയാണ് നീ? കഷ്ടം. മഞ്ജു വാര്യരുടെ കോസ്റ്റ്യൂം എനിക്ക് ഡിസൈനർ. അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു മോട്ടീവ് ഇല്ലാന്നൊക്കെ പറഞ്ഞിട്ട്. ഈ പകുതി വിലക്കൊക്കെ സാധനങ്ങൾ തരുമ്പോഴേ നിനക്ക് ആലോചിച്ചു കൊടുക്കുക. ആരാ കേട്ടിട്ടുള്ളത്? എടാ എന്നാൽ ഇവിടെ എന്റെ പേരും പറഞ്ഞോണ്ട് എത്ര കൃത്യമായിട്ട് നമ്മുടെ വീട്ടിൽ വന്നതായിരിക്കും. ആ അതാണ് കച്ചവടം കഴിഞ്ഞാ എല്ലാം വിറ്റ് തീർത്തല്ലേ? അതാ ഞാൻ പറയുന്നതാണ് തങ്കം. നിങ്ങൾ അറിയോളൂ? അറിയുന്നാ എന്റെ ഗംഗയാണിത്. ഞങ്ങളുടെ പാർട്ടിയിലെ വലിയൊരു ആണിയുടെ പെങ്ങളല്ലേ കൊച്ച്, MBA കാരി. ഇവളോ? ആ എവിടെ MBA പാർട്ടിയേക്കാൾ എന്താടാ നിനക്ക് അസുഖം സഹിക്കുന്നില്ല അല്ലേ? ഞങ്ങളുടെ പാർട്ടിയിൽ വിവരം വിദ്യാഭ്യാസം ഉള്ളവരുണ്ടെന്ന് പറയുമ്പോൾ നിനക്ക് സഹിക്കൂല, എനിക്കറിയാം. എങ്ങനെ MBA? എടാ ഇവക്ക് ഏജ് ഓവറായിട്ട് 20 വർഷമായടാ, 10-20 വർഷമായടാ. ആവശ്യമില്ലാത്ത പറയില്ല കേട്ടാ. പറയുന്നത്. കുടുംബത്തിൽ പറഞ്ഞ പെമ്പിളരെ പറ്റി ആവശ്യമില്ലാതെ പറയല്ലേ. ഇത് യഥാർത്ഥത്തിൽ ആരാണെന്ന് നിനക്കറിയാമോ? ഞങ്ങളുടെ പാർട്ടിയിലെ ഒരു അണിയുടെ സഹോദരിയാണ്. അണിയുടെ സഹോദരി? എനിക്കറിയാം. എന്നെ കൊണ്ടത് പറയിപ്പിക്കില്ല ക്ലീറ്റോ. അങ്ങോട്ട് കാണിച്ചു കൊടുക്കാം. കണ്ടു നോക്ക്. പറഞ്ഞു കൊടുക്കണേ എന്താന്ന് വെച്ചാ നോക്കി നിക്കണ്. പാർട്ടിക്കാരുടെ പെങ്ങളുടെ ബാഗിൽ നിന്ന് കിട്ടിയതാ കൊച്ചിന്റെ മാല. ക്ലീറ്റസാന്റെ വീട്ടിൽ സകല സാധനങ്ങൾ അവളുടെ ബാഗിലുണ്ടായിരുന്നു. എന്തിനാ ആ സ്പൂൺ വരെ എടുത്തോണ്ട് പോയിക്കണോളൂ? ഉപ്പും കുപ്പി, കുരുമുളക് പൊടി, ആ മേശപ്പുറത്ത് വെച്ച ആന, വേറൊന്നും കിട്ടില്ല നിനക്ക്? ആരെങ്കിലും ചിരിച്ചു കാണിച്ചിട്ടുണ്ടെങ്കിൽ ഉടനെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടോളൂ, ഒരു കാര്യം അന്വേഷിക്കാതെ. എന്റെ പൊന്ന് ക്ലീറ്റസ്, എത്ര പ്രാവശ്യമായടാ? അല്ല ആരടുത്ത് പറയാൻ? തങ്കം നിന്റെ വിധിയാണ്. Alien versus Alien.